വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ്. അതെ, ഞങ്ങളുടെ തറവാട്ടിലെ ഏറ്റവും വലിയ കുഞ്ഞു കുട്ടിയുടെ പിറന്നാൾ. അത് എടുത്തു പറയാൻ കാരണമുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾ എപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഉണ്ടാവുക, അതേപോലെയാണ് അച്ചച്ചനും. ഈ നിഷ്കളങ്കമായ പുഞ്ചിരി എപ്പോൾ കണ്ടാലും ഈ മുഖത്തുണ്ടാവും. അച്ചാച്ചന്റെ ചിരി പോലെ തന്നെയാണ് അച്ചച്ചന്റെ സ്വഭാവം. ഇത്രയും ലോയലായിട്ടുള്ള ഒരാളെ കാണുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിറന്നാളാകുമ്പോൾ പപ്പടവും പായസമൊക്കെ മസ്റ്റല്ലേ. ഇതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു പുതിയ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളുടെ പ്രായവരുടെയൊക്കെ പിറന്നാൾ ഇടയ്ക്കൊക്കെ നമ്മൾ ആഘോഷിക്കണം. കാരണം അത് അവർക്ക് കൊടുക്കുന്ന സന്തോഷം ചിലപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരിക്കും. ഇതാണ് അച്ചച്ചൻ്റെ പ്രിയതമ. സദ്യ വിളമ്പുമ്പോൾ അമ്മമ്മയ്ക്ക് പപ്പടം കിട്ടിയില്ല എന്നുള്ള കാര്യം മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും അച്ചച്ചനത് ശ്രദ്ധിച്ചെടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വിൻറ്റേജ് ലവ്. ഒന്നോർത്ത് അതൊക്കെ തന്നെയാണ് നല്ലത്. ഇന്നത്തെ കാലത്തുള്ള സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് ഇന്നും ഒരു ചോദ്യമാണ്. എന്നും വെച്ച് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഇന്ന് എല്ലാവരും ഓട്ടത്തിലാണ്. എന്തിനാന്ന് പോലും അറിയാത്തൊരോട്ടത്തിൽ. ഇന്ന് ഇവിടെ ഒരുപാട് പേര് വരാനുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് തിരക്കുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷേ എല്ലാവരും അച്ചച്ചനെ വീഡിയോ കോൾ വിളിച്ച് മെസ്സേജ് അയച്ചൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് കുറച്ച് വലിയ കുടുംബമാണ്. ആ വലിപ്പം എല്ലാവരുടെ സ്നേഹത്തിനും ഉണ്ട്. തിരക്ക് കാരണം തമ്മിൽ സംസാരിക്കാത്ത ഇന്നത്തെ കാലത്ത് ഇടയ്ക്കൊക്കെ ഫോൺ വിളിച്ചും നേരിട്ട് കണ്ടും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടാറുണ്ട്. അങ്ങനെതാ കേക്ക് മുറിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഒരുപാട് സ്നേഹമുള്ള പിറന്നാളുകൾ വരട്ടെ. അച്ചാച്ചന്റെ എത്രാമത്തെ പിറന്നാളാ? ചുമ്മാതാന്നേ. ഞാൻ കണ്ട അച്ചച്ചന്റെ മനസ്സ് സ്റ്റിൽ യങ് ആണ്. അങ്ങനെതാ പിറന്നാളൊക്കെ നല്ല ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.